ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ സ്മിലു ജിയാൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെറിയ ചെറിയ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതിൻ്റെ. അപ്പോൾ ചാനൽ പൂട്ടിയിട്ടൊന്നുമില്ല. നമ്മളെന്തായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വരും കേട്ടോ തിരിച്ച്. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കുകളിലൊക്കെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി, ഹിമാചൽ പ്രദേശ്, പിന്നെ പഞ്ചാബ്. ഹിമാചൽ പ്രദേശിൽ തന്നെ നമ്മൾ ഷിംല, മണാലി, ധർമ്മശാല ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റിനറിന്നോ അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഫുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ രാജസ്ഥാൻ പോയ പോലെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ വ്ളോഗ് ബൈ വ്ളോഗായിട്ട് ചെയ്തില്ല. കാരണം എന്ന് പറയുന്നത് ഭയങ്കര വ്യൂസ് കുറവായിരുന്നു അത്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വ്ളോഗ് പോലെ ഇങ്ങനെ നമ്മൾ ചെയ്താൽ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോഴേക്കും ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു രൂപം ഇതൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ട്രാവൽ ചെയ്തതിൻ്റെ അതായത് ആ ഒരു വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഞാൻ നിരാശപ്പെടുത്തില്ല. ഞാൻ എല്ലാം ഇങ്ങനെ എന്താ പറയുക ഷോർട്ട് ഫോമിൽ എടുത്തിട്ടുണ്ട്. വീഡിയോസ് ഫുൾ ഷോർട്ട് ഫോമിലാണ് നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ഒക്കെ എല്ലാ സീക്വൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ട് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോസ് ആയിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോസ് ആയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാനും ഒരു സൗകര്യമായിരിക്കും. ഒരുപാട് ഇങ്ങനെ വലിച്ച് നീണ്ടു പോകത്തുമില്ല, സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിക്ക് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കം ടു ദ പോയിന്റ്. അപ്പോൾ നമ്മുടെ ആ ട്രാവൽ എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ ആയിരുന്നു, നമുക്ക് ഏതൊക്കെ രീതിയിൽ എക്സ്പെൻസ് ആയി, എവിടെയൊക്കെ നമ്മൾ സ്റ്റേ ചെയ്തു, എന്തൊക്കെ നിങ്ങൾ ചെയ്യാം, എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള ഒരു അത്യാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. കാരണം നമ്മളിത് പാക്കേജ് ആയിട്ടല്ല പോയത്, പാക്കേജ് ട്രിപ്പ് ആയിരുന്നില്ല. നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്ന് നോക്കി മുൻകൂട്ടി എനിക്കൊന്ന് 2 മാസം മുന്നേ നമ്മൾ ഇതേക്കുറിച്ച് പ്ലാൻ ചെയ്ത് അത്യാവശ്യം ഈ ഫ്ലൈറ്റും ട്രെയിൻ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ ഹോട്ടലിലൊക്കെ ഞാൻ നോക്കി തുടങ്ങി അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നിങ്ങളോട് എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ ട്രാവൽ മോഡ് നമ്മൾ ആദ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്കാണ് ആദ്യം പോയത്. അത് ട്രെയിനായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു 2 മാസം മുന്നേ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 3rd AC ആണ് ഞാൻ സീറ്റ് എടുത്തത്. കാരണം കുറച്ചുകൂടെ നമ്മൾ ആ ഒരു ചൂട് സമയമായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്ന ടൈം. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട്, പിന്നെ മോനൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ. ഞാനും ജീമയും ജൂഹും കൊച്ചിനും കൂടെ കൊണ്ടിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത് നോർത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിയുടെ കാര്യം കൂടെ നോക്കിയിട്ട് നമ്മൾ 3rd എക്കണോമി ആ ഒരു സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് 2 ദിവസം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്താൻ വേണ്ടി വന്നു കേട്ടോ. ഡൽഹിയിൽ ഉച്ചയ്ക്ക് എത്തി. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡൽഹിയിൽ നിന്ന് നമുക്ക് ടോയ് ട്രെയിൻ വഴി ഷിംലയിൽ എത്തണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോയ് ട്രെയിൻ അതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ടോയ് ട്രെയിൻ എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം നമ്മളവിടെ റൂം എടുത്തു. അത്യാവശ്യം നമുക്ക് കുറച്ച് സമയമുള്ളൂ. കാരണം രാത്രി 9 മണിക്ക് നമുക്ക് അവിടെ നിന്ന് കൽക്കയിലേക്കുള്ള ട്രെയിനുണ്ട് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് 1-2 സ്ഥലമൊക്കെ നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോകാനായിട്ട് പറ്റിയതാ കൂടെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് മാത്രം നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഗേറ്റ് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചില്ലറ സ്ഥലങ്ങളിലൊക്കെ ഓടി നടന്ന്. പക്ഷേ വെതർ എക്സ്ട്രീം വെതറായിരുന്നു കേട്ടോ. അവിടെ ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടായിരുന്നു. ഏതാണ്ട് ഈവനിങ് ഒരു 2 മണി നേരത്ത് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടായിരുന്നു. 40 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പോന്നു കഴിഞ്ഞിട്ട് അതിനേക്കാളും എക്സ്ട്രീം ആയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചൂടെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 9 മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ. അത് നമ്മൾ ബുക്ക് ചെയ്തപ്പോഴേക്കും AC ഒന്നും എടുക്കാൻ പറ്റില്ല. സ്ലീപ്പറാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു കുറച്ച് മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 9 മണിക്ക് നമ്മൾ ട്രെയിൻ കയറിയാൽ 3 മണിയാകുമ്പോഴേക്കും നമ്മൾ കൽക്ക റെയിൽവേ സ്റ്റേഷനിലെത്തും. പക്ഷെ ആ ഒരു യാത്ര ഒട്ടും സുഖകരമായിരുന്നില്ല. നമുക്ക് ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും നോർത്ത് സൈഡാണ്, അറിയാലോ. ആൾക്കാരൊക്കെ കയറി വന്ന് നമ്മുടെ സീറ്റ് കൈയടക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ജീമയും ഷിഫ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു അത്രയും നേരം. ഒരാൾ ഉറക്കമൊഴിച്ചിരിക്കും നോക്കാനായിട്ട്. സാധനം നമ്മുടെ ലഗേജ്, ക്യാമറ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുപോയ പ്രശ്നമല്ലേ. ഒരാളോട് ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ജീമ ഉടക്കുകയും ചെയ്തു. ഇയാൾ വന്ന് സീറ്റ് ഇരിക്കാൻ നേരം ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. മോദിജി ഇവിടെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ ആൾ വന്നു. ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്ന സീറ്റാണ്, നിങ്ങൾ എന്തായാലും ഇരുത്തത്തില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ആ ഒരു ഇതങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ രണ്ടും ടോപ്പിലെ സീറ്റുകളാണ് രണ്ടും എടുത്തത്. താഴത്തെ ആണെങ്കിൽ എന്തായാലും കൈ പോകും, എന്തൊക്കെ പറഞ്ഞാലും കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായി. ടോപ്പിലെ സീറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് അത്യാവശ്യം ലഗേജൊക്കെ വെച്ച് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റി സമാധാനപരമായിട്ട്. അങ്ങനെ നമ്മൾ കൽക്കയിലെത്തി വെളുപ്പിന് 3 മണിക്ക്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 മണി അടുത്തായിരുന്നു നമ്മുടെ ടോയ് ട്രെയിൻ വന്നിട്ട്. അങ്ങനെ ആ ടോയ് ട്രെയിൻ എടുത്തു ഞങ്ങൾ. ആ ഒരു ടോയ് ട്രെയിൻ ആ ഒരു ഫസ്റ്റ് ടോയ് ട്രെയിൻ ജേർണി ആയിരുന്നു ഞങ്ങളുടെ കേട്ടോ. അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഒരു കൊടും ചൂടിയുന്ന ക്ലൈമറ്റ് മാറി 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 ഞങ്ങൾ ഷിംലയിലോട്ട് എത്തി കേട്ടോ. ഷിംലയിൽ ഞങ്ങൾ അന്ന് നൈറ്റ് സ്റ്റേ ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെന്ന പാടെ അവിടെ ഒരു റൂമൊക്കെ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് നോക്കിട്ടോ. ഇപ്പം ഈവൻ നമ്മൾ റൂം എടുക്കുന്നില്ല എന്ന് കൂടെ പ്ലാൻ ചെയ്താൽ കൂടെ അവിടെ ആൾക്കാർ നമ്മൾ ട്രെയിൻ അങ്ങ് ഇറങ്ങി കാലും നിലത്ത് കുത്തുമ്പോഴേക്കും ആളുകൾ വരും. വാ 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 നമുക്ക് എവിടെയോ റൂം എടുക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂം എടുത്ത് എവിടെയോ ഞങ്ങളോട് ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊതിയും. ഡൽഹിയിൽ വെച്ചും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കൽക്കയിൽ വെച്ചിട്ട്, കൽക്കയല്ല ഷിംലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആളുകൾ പൊതിഞ്ഞിട്ടോ. അപ്പോൾ അവിടെ കൂലി ഇങ്ങനെ പ്രായമുള്ള ചേട്ടന്മാർ ഇങ്ങനെ, കാരണം ഇങ്ങനെ ഹില്ലേരിയാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കുത്തനെ ഇങ്ങനെ കയറിപ്പോണം. അപ്പോൾ അവിടെ ഇങ്ങനെ കൂലി വല്യപ്പന്മാരാണ്, നല്ല പ്രായമുള്ള ആൾക്കാരാണ്. അവർ ഈ കുറേ കയറും ബെൽറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ലഗേജ് അവരുടെ മുതുകത്ത് കെട്ടി ഇവരെ നമ്മൾ ഓരോ സ്പോട്ടിൽ, പക്ഷെ ആ കൊണ്ടുപോയ സ്ഥലം നല്ലതായിരുന്നു കേട്ടോ. നല്ല ആ ഒരു മോൾ റോഡിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മൾ താമസിച്ചത്. നല്ലൊരു സ്ഥലമായിരുന്നു. നൈറ്റ് സ്റ്റേ ഇല്ലായിരുന്നെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സ്പേസ്, ആ ഒരു സ്ഥലം നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ രാവിലെ എത്തി. എന്തായാലും രാത്രി ഞങ്ങൾ ബസ്സിന് മണാലിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പകൽ സമയം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ അത് വിനിയോഗിച്ചിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴേക്കും നമ്മൾ ഒരു ഡ്രൈവറാണ് നമുക്ക് സെറ്റാക്കിയത്. അപ്പോൾ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഇത്ര രൂപ, ഏതാണ്ട് ഒരു 1300 രൂപ കൊടുത്താൽ ആ ചേട്ടൻ നമ്മൾ അത്യാവശ്യം സൈറ്റ് സീയിങ്ങിനും പിന്നെ അവിടുത്തെ ഒരു ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് കുഫ്രിയാണ്, അവിടെയൊക്കെ കൊണ്ടേ കാണിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ താമസിച്ച ഹോട്ടലുകാർ നമ്മളോട് ഒരു ഓഫർ തന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ഇത് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അന്വേഷിച്ചപ്പോഴേക്കും അതിനേക്കാളും കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളായാലും ആദ്യം ഒരു ഓഫർ ഫ്രണ്ടിലേക്ക് വന്നാൽ അതിൽ വീഴരുത്. എന്തായാലും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് പറ്റുവാണെങ്കിൽ ഒന്ന് ബാർഗെയിൻ കൂടെ ചെയ്താൽ നല്ല റേറ്റിൽ നമുക്ക് എവിടെ നിന്നായാലും നല്ല സർവീസ് കിട്ടും കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഇവിടെ ഷിംലയിൽ ആ ചേട്ടൻ്റെ ഒപ്പം കാറിന് തന്നെ ഞങ്ങളിങ്ങനെ ഫുള്ള് കറങ്ങി എൻജോയ് ചെയ്ത് ജാക്കോ ടെമ്പിളിലൊക്കെ പോയി. പിന്നെ അതിനുശേഷം പിന്നെ ഫുൾ ആ മാൾ റോഡായിരുന്നു കേട്ടോ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ. ഞങ്ങൾ കൂടുതൽ ഈ നടന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ ഇവിടെ കൂടെ നടക്കണ പോലെ ആടോ, ഇങ്ങനെ ഫുള്ള് കയറ്റം ഇറക്കം തന്നെ. പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഷിംലയിൽ എൻജോയ് ചെയ്ത് അങ്ങനെ പോയി. അന്ന് രാത്രിത്തേക്ക് നമ്മൾ ബസ്സൊക്കെ ഞാൻ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തില്ലായിരുന്നു. എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അന്നത്തെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മളിപ്പോൾ നിൽക്കാൻ പ്ലാനില്ലെങ്കിൽ അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യുന്ന ആ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു കേട്ടോ. ഇങ്ങനെ ബസ് നമ്മൾ ബുക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഷിംലയിൽ നിന്ന് രാത്രിത്തെ ഏതാണ്ട് 9 മണി 8-9 മണി സമയമായിരുന്നു അവിടെ നിന്ന് ബസ്. ആ ബസ്സിൽ കയറി ഞങ്ങൾ വെളുപ്പിനെ ആയപ്പോഴേക്കും ഞങ്ങൾ മണാലിയിലെത്തി. മണാലിയിൽ ഇറങ്ങി കണ്ണുറന്നപ്പോഴേക്കും കാണുന്നത് നമ്മുടെ സ്നോ കവേർഡ് ദൂരെ മൗണ്ടെയ്ൻസ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ആയിരുന്നില്ല, എന്നാലും മാനേജബിൾ ആയിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ഓൾറെഡി നമ്മൾ സ്റ്റേ 1-2 നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിൽ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയത്. അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അടിപൊളി ഒരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമായിട്ടല്ല പറയുന്നത്, പക്ഷെ അവിടെ അങ്ങനെയാണ്. കാരണം എല്ലാം ഇങ്ങനെ ഹില്ലേരി ആയതുകൊണ്ട് കുറച്ചൊരു റോഡിൽ നിന്ന് കുറച്ചൊരു പൊക്കത്തേക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നല്ല പ്രൈവസി ഉണ്ട്, പക്ഷെ ആ കയറ്റം കുറച്ചൊരു ബുദ്ധിമുട്ടായി. കാരണം പ്രായമുള്ളവർക്ക് അവിടെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അത് നമ്മൾ എടുത്ത് പറയണമല്ലോ. പക്ഷെ നല്ലൊരു അടിപൊളി ആംബിയൻസും നല്ല സർവീസും നല്ല റൂമും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഏതാണ്ട് ഞങ്ങൾക്ക് 1800 രൂപയ്ക്കാണ് നമുക്ക് 3 പേർക്കും അവിടെ റൂം കിട്ടിയത്. അത് നമ്മുടെ കിടക്കുന്ന റൂമിൻ്റെ വിൻഡോ തുറന്നാൽ കാണുന്നത്, ദൂരെ കാണുന്നത് അതേപോലെ സ്നോ കവേർഡ് മൗണ്ടെയ്ൻസ് ഒക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസത്തേക്ക് വേണ്ടി പോയി ഞങ്ങൾ. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായി അവിടെ. മണാലിയിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഓൾഡ് മണാലി എന്ന് പറയുന്ന സ്ഥലം. നല്ല വൈബുള്ള സ്ഥലമാണ് മണാലി. പ്രോപ്പർ മണാലി ഭയങ്കര ക്രൗഡഡ് ആണ്. ഫുൾ ട്രാഫിക്കും കാര്യങ്ങളുമായിട്ട് ഭയങ്കര പ്രശ്നം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത്
ഇച്ചിരി സമാധാനം ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമുക്കിഷ്ടം. പേഴ്സണലി കുറച്ചൊരു വൈബും കുറച്ചൊരു സമാധാനവും കുറച്ച് ശാന്തതയൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്കിഷ്ടം. പക്ഷെ അത് ഒത്ത ഒരു സ്ഥലമായിരുന്നു അത്. ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ പഴം, ഇങ്ങനെ ചെറിയൊക്കെയുള്ള ഇങ്ങനെ പഴം, ആപ്രിക്കോട്ട് അങ്ങനെയുള്ള കുറേ മരങ്ങൾ. അതേപോലെ റോസ് കണ്ട് ഞങ്ങളുടെ കണ്ണിങ്ങനെ തള്ളിപ്പോയി. അമ്മാതിരി റോസായിരുന്നു. 2 സൈഡ് ഇങ്ങനെ പൊക്കത്തിൽ ഫുള്ള് പൂട്ട് നിൽക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ആപ്പിൾ തോട്ടം. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അവർക്ക് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയായിരുന്നു അവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മണാലിയിൽ നമ്മുടെ മെയിൻ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സ്നോ ആയിരുന്നു. അപ്പോൾ ആദ്യം ആ ചെന്ന ദിവസം നമ്മൾ ഒരു വണ്ടി റെൻറ്റിൻ്റെ അടുത്ത് അത്യാവശ്യം അവിടെ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ ചെയ്തു. അങ്ങനെ വൈബടിച്ച് നടക്കുമായിരുന്നു ഞങ്ങൾ. വേറെ ദൂരേക്കൊന്നും അധികം പോയില്ല. ചെറുതായി എടുത്ത വണ്ടിക്ക് ഞങ്ങൾ അത്യാവശ്യം ഓടി അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ നമ്മൾ അടുത്ത ദിവസം സ്നോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ വല്ല 2 വീലർ റെൻറ്റിന് എടുത്തിട്ട് അങ്ങനെ നമുക്കേ ഓടിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ മാത്രമായിരുന്നു വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. കുട്ടി കൂടെ ഉള്ളത് കാരണം ബെറ്റർ ഒരു കാറിന് തന്നെ പോകുന്നതായിരിക്കും. കാരണം നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ അപ്പുറമാണ് ആ സ്നോ ഉള്ള സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നമ്മൾ നിന്നില്ല. അപ്പോൾ റേറ്റ് അന്വേഷിച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു 3500 രൂപയ്ക്ക് മടി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ സ്നോ കാണാൻ വേണ്ടി പോയത്. വേറെ കൊക്സർ എന്ന് പറയുന്ന സ്പോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ റേറ്റ് കുറവാണ്, 2000 രൂപയ്ക്കൊക്കെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും നല്ലത് നമ്മൾ സ്നോ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ നല്ല ബെസ്റ്റ് തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മടി തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ശരിക്കും നമ്മൾ ആ ഒരു മണാലിയിൽ ചെന്നിട്ട് നമുക്ക് ഏറ്റവും ചിലവ് കയറിയ ഒരു പരിപാടി എന്ന് പറയുന്നത് സ്നോ കാണാൻ പോകുക തന്നെയായിരുന്നു കേട്ടോ. ആ 3500 രൂപയിൽ ആ സ്നോ കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചു. പക്ഷെ നിന്നില്ല അവിടെ. നമ്മൾ പോണ വഴി ഡ്രൈവർമാർ നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്നോയിലിടാൻ പറ്റുന്ന ആ ഒരു ഡ്രസ്സ് റെൻറ്റിന് എടുക്കുന്ന ഒരു സ്പോട്ടിൽ കൊണ്ടുപോയി നിർത്തും. അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു അവിടെ കേട്ടോ. അതില്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ കുട്ടിയുള്ളത് കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളും ചെന്നു. അതിനിപ്പോൾ ഏതാണ്ട് ഒരാൾക്ക് 250 രൂപ വെച്ചിട്ടായിരുന്നു അത് ആ ഡ്രസ്സിന് റെൻറ്റ്. ആ ഡ്രസ്സ് മാത്രം പോരാ, അതിൻ്റെ കൂടെ പുതിയ സോക്സ് അവർ തരും, അത് മേടിക്കണം. ഷൂസ് തരും സ്നോയിലിടാൻ, അതിനുണ്ട് റെൻറ്റ്. പിന്നെ ഗ്ലൗസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് നമ്മൾ ഗ്ലൗസിൽ വീണില്ല. അപ്പോൾ ഇത്ര എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം പൈസയായി. അത് കൂടാതെ ഇവരവിടെ നമ്മൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് സ്നോയിൽ ചെന്ന് കഴിയുമ്പോൾ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാക്കേജ് എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ച്. തുടക്കം പറഞ്ഞത് 6000 രൂപയാണ്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ സമ്മതിച്ചില്ല ഇവർ. അന്ന് 5 രൂപ 6 രൂപ 7 രൂപ തിരിച്ചാവുന്ന 5 രൂപ 4 രൂപ. അവസാനം 3 ആക്ടിവിറ്റീസ് നമ്മളെ കൊണ്ട് ബലം പിടിപ്പിച്ച് നമ്മൾ ഓർത്തു വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ വരുന്നൊരു പരിപാടിയാണ്. എന്തെങ്കിലും അവിടെ ആ സ്നോയിൽ വന്നിട്ട് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സിപ്പ് ലൈനും എടുത്തു, ആ ട്യൂബും നമ്മളെടുത്തു, പിന്നെ സ്കീയിങ്ങും. ഇത്രയാണ് നമ്മളെടുത്തത്. കൂടെ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. സ്കീയിങ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെയായിരുന്നു ഓഫർ കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും എടുത്തേക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അതുകൂടെ എടുത്തു. അങ്ങനെ അത്യാവശ്യം അവിടെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 4000 സംതിങ് ഡ്രസ് പ്ലസ് ഈ ഒരു പാക്കേജൊക്കെ വന്നപ്പോഴേക്കും നല്ലൊരു എമൗണ്ടായി. അങ്ങനെ നമ്മൾ രാവിലെ ഏതാണ്ട് 6 മണിക്ക് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം നമ്മൾ എത്ര വൈകുന്നോറും അത്രയും ഭയങ്കര തിരക്കും ആവും, ഡിലേയും ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 8 മണിയായപ്പോഴേക്കും എന്തോ അവിടെ എത്തി. 12 മണി വരെ നമുക്ക് സ്നോയിൽ കളിക്കാനുള്ള ടൈം തന്നു. അത് ശരിക്കും മാക്സിമം നമ്മൾ അർമാദിച്ചിട്ടാ. ജോഹുവായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അവനായിരുന്നു സ്നോയിൽ കാണണം എന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ മാക്സിമം അങ്ങ് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം സ്നോയിലെ ടൈം. പിന്നെ അതിന് തിരിച്ചു പോകുന്ന വഴി സിപ്പ് ലൈനൊക്കെ ചെയ്ത് ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ ചുമ്മാ ഈ ഓൾഡ് മണാലി ഏരിയയിലൊക്കെ അത്യാവശ്യം വൈബടിച്ച് കറങ്ങി നടക്കുമായിരുന്നു. കാരണം ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ തരം ഫുഡും അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. വെജ്, നോൺ വെജ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഓപ്ഷൻസ്. അന്നത്തെ ദിവസവും ഞങ്ങൾ അവിടെ തന്നെ കറങ്ങി നടന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അവിടെ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് ധർമ്മശാല എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു. അതിൽ തന്നെ മാക്ലോഡ്ഗഞ്ച്, അവിടുത്തെ റൂമൊക്കെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. എന്തോ വേറൊരു വൈബായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ടിബറ്റൻ
ഒരു ചൈന ആ ഒരു കൾച്ചറാണ് അവിടെ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ദലൈലാമാസ് അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടി. അപ്പം അതുകൊണ്ട് അങ്ങോട്ടായിരുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം അത് നമ്മൾ വണ്ടിക്ക് തന്നെയാണ്, നമ്മൾ ബസ് തന്നെയാണ് ബുക്ക് ചെയ്തത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാക്ലോഡ്ഗഞ്ച് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാക്ലോഡ്ഗഞ്ചിൽ നമ്മൾ 2 നൈറ്റായിരുന്നു അവിടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വണ്ടിയെടുത്ത് പുറത്തോട്ട് കറങ്ങണ പരിപാടി ഒന്നും ചെയ്തില്ല. കാരണം നമ്മളെടുത്ത ആ സ്റ്റേ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റേ ആയിരുന്നു. കാരണം നമ്മൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്നാൽ ഈ മാക്ലോഡ്ഗഞ്ചിൻ്റെ മെയിൻ ആ ഒരു മാർക്കറ്റ് ഏരിയ, ആ ഒരു അവരുടെ ഈ ടെമ്പിൾസൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നേരെ വന്ന് ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വണ്ടിയെടുത്ത് അങ്ങനെ കറങ്ങാൻ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഫുള്ള് നടന്ന് ആ മാർക്കറ്റിൽ തന്നെ നമ്മൾ എത്ര അങ്ങോട്ട് നടന്നതെന്ന് അറിയത്തില്ല. കാരണം അമ്മാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഈവൻ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബുദ്ധൻ്റെ തന്നെ നല്ല രസമുള്ള ഈ എന്താ പറയുക, നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന എന്ത് രസമുള്ള പീസസ് ആയിരുന്നെന്നറിയോ. ഫുള്ള് ഇങ്ങനെ കുട്ടി കടകളാണ്. അതിൽ കൂടെ ഇങ്ങനെ എത്ര അങ്ങോട്ട് നടന്നാലും നമുക്ക് മതിയാവില്ല. കാരണം ഓരോ തവണ ഈ സെയിം കടയിലെ ഫ്രണ്ടിൽ കൂടെ തന്നെ നമ്മൾ പോകണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ട് പുതിയതായിട്ട് ആ കടയിൽ ഉണ്ടാവും. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അത് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടമായി. അങ്ങനെ ധർമ്മശാലയിൽ നിന്ന് നമ്മൾ നേരെ അടുത്ത ദിവസം 2 നൈറ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പഞ്ചാബിലേക്കാണ് കേട്ടോ. പഞ്ചാബിൽ അമൃത്സർ. കാരണം നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് നമ്മൾ അമൃത്സറിൽ നിന്നാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ജാലിയൻവാല ബാഗ്, പിന്നെ നമ്മുടെ റിട്രീറ്റ് സെറമണി നടക്കുന്ന വാഗ ബോർഡറിലൊക്കെ പോകണം എന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പഞ്ചാബിൽ കിട്ടുന്ന രീതിയിൽ, കാരണം പിറ്റേ ദിവസം വെളുപ്പിനെ നമുക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റാണ്. അപ്പോൾ ആ രീതിക്കാണ് ഫുള്ള് പ്ലാൻ ചെയ്ത് നമ്മൾ ബസ് പിടിച്ചു. ധർമ്മശാലയിൽ നിന്ന്, അതായത് മാക്ലോഡ്ഗഞ്ചിൽ നിന്ന് നമ്മൾ പഞ്ചാബ് അമൃത്സറിലേക്ക് പോന്നു. അങ്ങനെ രാത്രി 10 മണിയായപ്പോൾ ഞങ്ങൾ പഞ്ചാബിലെത്തി. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹിമാചലിൽ നിന്ന് നമ്മൾ പഞ്ചാബിലേക്ക് പോന്നു. കൊടും ചൂടുള്ള സ്ഥലത്തേക്കായിരുന്നു നമ്മൾ ചെന്നത്. ഒട്ടും സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല ചൂട്. നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ നോക്കിയിട്ടുണ്ടായിരുന്നത്. ചൂട് 40 ഈ രാത്രിയായിട്ടും 38-40 അടുത്താണ് രാത്രിയൊക്കെ അവിടെ ചൂട്. സഹിക്കാൻ പറ്റാത്ത ചൂട്. ഫുഡ് ഒരു ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ താമസിച്ച ആ ഒരു ഏരിയ എന്ന് പറയാൻ ഫുൾ വെജായിരുന്നു ഈ ടെമ്പിളിൻ്റെ അടുത്തായത് കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും സഹിച്ചില്ല. പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ടാണെങ്കിൽ ശോകമുഖമായിരുന്നു. കാരണം രാത്രി കറണ്ട് പോയി, AC വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. ഫാനോടൊക്കെ സ്റ്റോപ്പായി കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിൽ പോലും നമുക്ക് ഇറങ്ങി പുറത്തോട്ട് ചാണ്ട് ആവി. ഇപ്പം എന്ന് പറഞ്ഞാൽ അത്ര ഹൊറിബിളായിരുന്നു. നമുക്ക് ആ ഒരു സമയം പഞ്ചാബിൽ പോയത് ഇങ്ങനെ ഒരു പേടി സ്വപ്നമായിട്ട് അങ്ങനെ നിൽക്കുക. അത്ര ബുദ്ധിമുട്ടായിരുന്നു ഈ ചൂട് കാരണം കേട്ടോ. അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പഞ്ചാബ് കിടിലനാണ് ആ ഒരു വിൻ്റർ ടൈമൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മൾ പോയ സമയം അത്ര ആയിരുന്നില്ല. അപ്പം അടുത്ത ദിവസം നമ്മൾ ജാലിയൻവാല ബാഗിൽ പോയി. അതിൻ്റെ അകത്തൊരു തിയേറ്ററുണ്ട്. മാക്സിമം നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാൻ നോക്കി. കാരണം ചൂട് കൊണ്ട് നമുക്ക് പറ്റുന്നില്ല. വാഗ ബോർഡറിൽ പോകാൻ വേണ്ടി നമ്മൾ ഒരാളെ കണ്ട് ബുക്കൊക്കെ ചെയ്തു. പക്ഷേ ചൂട് ഭയങ്കര ഒരു പ്രശ്നമായി. കാരണം അയാൾ ഷെയർ ഓട്ടോയിൽ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോയിൽ 8 പേരെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നോക്കിയപ്പോൾ 10-12 പേര്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ. ഏതാണ്ട് 1-1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഈ കൊടും ചൂടത്ത് വലിയ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത അഡ്വാൻസും വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉപേക്ഷിച്ച് ഞങ്ങളിങ്ങ് പോകുന്നു. ആ വാഗ ബോർഡർ കാണാനുള്ള പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഞങ്ങൾ അതിൻ്റെ അകത്ത് AC അകത്ത് രാത്രി 10 മണി വരെ ഞങ്ങൾ ഇരുന്നു. ഒരിടത്തും പോകാണ്ടിരുന്നു. കാരണം ചൂട് കാരണം കേട്ടോ അങ്ങനെ പറ്റിപ്പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി 10-11 മണിയായപ്പോഴേക്കും എയർപോർട്ടിലേക്ക് പോന്നു. കാരണം 5:30 വെളുപ്പിന് 5:30 ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ നേരത്തെ പോന്നു. അവിടെ ആകുമ്പോൾ ചൂടുണ്ടാവില്ലല്ലോ, AC ഇരിക്കാമല്ലോ, സമാധാനപരമായിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമൃത്സറിൽ നിന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇവിടെ നല്ല കൊടും മഴയത്താണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു 10 ദിവസം. 14-ാം തീയതി പോയി, മെയ് 24-ാം തീയതി തിരിച്ചെത്തുന്ന രീതിയിലുള്ള ഈ ഒരു ഐറ്റിനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ എന്തായാലും ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഷിംലയിലെ ടോയ് ട്രെയിൻ എങ്ങനെ ബുക്ക് ചെയ്യണം. കാരണം സാധാരണ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യണ മാതിരി അല്ല അത്. അപ്പോൾ അത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ
വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഒരു സമ്മർ ടൈമാണ് ഞങ്ങൾ ശരിക്കും ഈ ഹിമാചലിലേക്ക് പോയത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഞാൻ എന്തായാലും വീഡിയോ ഇങ്ങനെ നറേഷൻ എടുക്കുന്നതായിരിക്കും. മറ്റേത് ഷോർട്ട്സായിട്ട് എന്തായാലും വരും. അപ്പോൾ ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പോയതിനെ പറ്റി ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അതെന്തായാലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണും വരെ. ഫിഷിംഗ് വീഡിയോ എവിടെയെന്ന് എന്തായാലും എനിക്ക് അറിയാൻ ചോദ്യം വരും. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഷോർട്സ് ആണ്. കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കിയ രീതിക്ക് എല്ലാവർക്കും ലോങ് വീഡിയോസ് കാണുന്നതിനേക്കാളും കുറേ പേർക്ക് ഏതാണ്ട് ഒരു 80% ആൾക്കാർക്ക് ഇപ്പോൾ ഷോർട്സ് കാണുന്നതാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളും എന്തെങ്കിലും ഷോർട്സിലേക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ലോങ് വീഡിയോസ് ഇടുന്നൊരു ഇത് വരുമ്പോഴേക്കും എന്തായാലും നമ്മൾ അതിനൊരു മനസ്സ് നമുക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് കണ്ടൻറ്റൊക്കെ ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.